മുസ്ലിം ലീഗിനെതിരെ പ്രമേയം പാസാക്കി എസ്.എൻ.ഡി.പി നേതൃയോഗം. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്ന് ആലപ്പുഴയിൽ ചേർന്ന എസ്.എൻ.ഡി.പിയുടെ നേതൃയോഗം പാസാക്കിയ പ്രമേയത്തിൽ പറയും. മുസ്ലിം ലീഗ് ഒഴികെയുള്ള ആരുമായും സഹകരിക്കുമെന്ന് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം ലീഗിനെതിരെ പ്രമേയം പാസാക്കി എസ്.എൻ.ഡി.പി നേതൃയോഗം. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്ന് ആലപ്പുഴയിൽ നടന്ന എസ്.എൻ.ഡി.പി നേതൃയോഗം അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു. എസ്.എൻ.ഡി.പി NSS ഐക്യത്തിനും യോഗം അംഗീകാരം നൽകി. മുസ്ലിം ലീഗ് ഒഴികെ ആരുമായും സഹകരിക്കുമെന്ന് യോഗത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതുപോലെ ഒരിക്കലും മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ശൈലിയാണ്. എല്ലാ സമുദായങ്ങളോടും സമന്വയത്തോടും സൗഹാർദ്ദത്തോടും കൂടി അങ്ങനെ പോകുന്ന ആളുകളാണ്. ജാതി ഭേദം മതദ്വേഷങ്ങളില്ലാതെ സോദരത്തെ അങ്ങനെ പോകുന്ന ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ലീഗ് ഭരണത്തിൽ നിൽക്കുമ്പോൾ കാണിച്ച വിവേചനത്തെ പറ്റി തുറന്നു കാണിക്കുമ്പോൾ മതേതരത്വം പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മുസ്ലിം ലീഗ് വിജയിച്ചാൽ മതത്തിനു വേണ്ടി മാത്രം ഭരണം നടത്തുകയാണെന്ന് എസ്.എൻ.ഡി.പി നേതൃയോഗം അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു. ലീഗ് നടത്തുന്നത് ഭരണഘടനാ ലംഘനമാണ്. മതേതര കപട നാടകങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. സാമൂഹിക നീതിക്കായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പോരാട്ടത്തിന് നേതൃയോഗം പിന്തുണ പ്രഖ്യാപിച്ചു. എസ്.എൻ.ഡി.പി NSS ഐക്യത്തിനും നേതൃയോഗം അംഗീകാരം നൽകി. തുടർ ചർച്ചകൾക്ക് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി. NSSുമായി ഇനി കൊമ്പുകോർക്കില്ല. ഐക്യത്തിന് ഒരു ഉപാധിയുമില്ല. സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കുന്നത് അനിവാര്യമെന്നാണ് പ്രമേയം പറയുന്നത്. ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളുമായും ചർച്ച നടത്തും. വേണ്ടിവന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായും ചർച്ച നടത്തുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ നടന്ന നേതൃയോഗത്തിൽ എസ്.എൻ.ഡി.പി യോഗം പ്രസിഡന്റ് ഡോക്ടർ M.N. സോമൻ അധ്യക്ഷത വഹിച്ചു. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു.